എന്തു പറ്റി മെറി ബോയ്ക്ക്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മെറി ബോയ് എങ്ങനെയാണ് ഉണ്ടായത്? മെറി ബോയുടെ ഡൗൺഫാൾ എങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് മെറി ബോയ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1990 ഇതിൻ്റെ എല്ലാം തുടക്കം. അവിടെയാണ് കഥ ആരംഭിക്കുന്നത്. പെരുമ്പാവൂരിലെ 5 കസിൻസ് അവർ ഒരു കമ്പനി തുടങ്ങി. എന്നിട്ട് അവർ കസിൻസ് ഗ്രൂപ്പ് എന്ന് അതിന് പേര് വിട്ടു. ഈ കമ്പനിയിൽ ആദ്യമേ ഐസ്ക്രീംസ് അല്ലായിരുന്നു സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്, അഥവാ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരതിന് പകരം പ്ലാസ്റ്റിക് ആയിരുന്നു മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഈ ഐഡിയ കിട്ടിയെന്ന് അത് നമുക്ക് നോക്കാം. അന്നത്തെ ടൈമിൽ കേരളത്തിൽ മാർക്കറ്റിങ്ങിൽ ഐസ്ക്രീംസിൻ്റെ ബ്രാൻഡും വളരെ കുറവായിരുന്നു. ഉള്ള ബ്രാൻഡ്സ് ഫുള്ള് ഐസ്ക്രീം ഫ്രോസൺ ഡിസേർട്ട്സ് ആയിരുന്നു. എന്നാൽ അവർ ഫ്രോസൺ ഡിസേർട്ട്സ് ആണെന്ന് പറയാതെ ഐസ്ക്രീം എന്നുള്ള രീതിയിലാണ് വിൽക്കുന്നത്. കാരണം ഫ്രോസൺ ഡിസേർട്ട്സിൽ വെജിറ്റബിൾ ഓയിൽ കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് അത് ശരീരത്തിന് അൺഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഐസ്ക്രീം എന്ന രീതിയിൽ വിൽക്കാൻ തുടങ്ങിയെന്ന് ഈ 5 കസിൻസും തിരിച്ചറിയാൻ തുടങ്ങി. അതോടുകൂടി ഇവർ പ്യുവർ ഫ്രൂട്ട്സും പ്യുവർ മിൽക്കും കൊണ്ട് എന്തുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരാശയം ഇവരുടെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2003 ഇവർ ഒരു കമ്പനി വീണ്ടും പണി കഴിപ്പിക്കുന്നു. എന്നിട്ട് അവരിതിന് മെറി ബോയ് എന്ന് പേരിടുകയും ഡെൻമാർക്കിൽ നിന്ന് ടെട്രോ പാക്ക് വാട്ട്സ് ഗുഡ് എന്നും പറഞ്ഞ ഒരു കമ്പനിയിലെ വർക്കേഴ്സിനെ കൊണ്ട് ഐസ്ക്രീം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇവരുടെ പ്യുവർ ഫ്രൂട്ട്സും പ്യുവർ മിൽക്കും കൊണ്ടുള്ള സ്ട്രാറ്റജി കാരണം ആൾക്കാരും ഫാമിലീസ് എല്ലാവരും പെട്ടെന്ന് ഇവരെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് അന്നത്തെ കാലത്ത് ഈ ഐസ്ക്രീംസ് കമ്പനീസ് ബ്രാൻഡ് അംബാസിഡറിനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒരു കാര്യം തീരുമാനിച്ചു, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡറിനെ കണ്ടുപിടിച്ച് എന്ത് സംഭവിക്കുമെന്ന്. അങ്ങനെ ഇവർ ഈ കമ്പനിക്ക് ഒഫീഷ്യലായിട്ട് മഞ്ജു വാര്യറിനെ ബ്രാൻഡ് അംബാസിഡറായിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ ഇവർ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവരൊരുപാട് ആഡ്സ് പ്രമോഷൻസ് എല്ലാം ചെയ്ത് അതുപോലെ തന്നെ ഇവരൊരു യൂട്യൂബ് ചാനലും തുടങ്ങി. എന്നാൽ ഇവിടാണ് അവർക്ക് ഡൗൺഫാൾ സംഭവിച്ച ഏറ്റവും വലിയ കാരണം. ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലുള്ള ആ ഒരു സംശയമാണ് ഇന്ന് നമ്മൾ തീർക്കാൻ പോകുന്നത്. അതായത് അവർ ഒരു കമ്പനിക്ക് വേണ്ടി ബ്രാൻഡ് അംബാസിഡറിനെ വരെ നിർമ്മിച്ചിട്ടും, അതായത് സംഘടിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവരുടെ കമ്പനി ഫ്ലോപ്പായി പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡൗൺഫാൾ സംഭവിച്ചതെന്നാണ് എല്ലാവരുടെയും സംശയം. ആ സംശയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർക്കാൻ പോകുന്നത്. അത് സംഭവിച്ചത് ഈ കസിൻസ് ഇടയ്ക്ക് ഉണ്ടാവുന്ന, അതായത് സ്വാഭാവികമായിട്ടും ഫാമിലീസ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെ അവർ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുമ്പോഴോ അവരുടെ ഇടയ്ക്കുണ്ടാവുന്ന ഡിസഗ്രിമെൻറ്റ്സ് ഈ മെറി ബോയുടെ, അതായത് ഈ 5 കസിൻസിൻ്റെ ഇടയ്ക്കും ഉണ്ടായി. അങ്ങനെ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവാൻ കാരണം ഈ ഒരു ഷോപ്പിൻ്റെ ഓണർഷിപ്പും അസറ്റ്സും സ്ട്രാറ്റജിയും വിഷനും എല്ലാം കൊണ്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇവർ 9 വർഷത്തിനുള്ളിൽ 4 കമ്പനീസ് പണിതവരാണ്, അതായത് ഫാക്ടറി ഔട്ട്ലെറ്റ്സ് പണിതവരാണ്. ഒന്ന് കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കണ്ണൂർ, എറണാകുളത്തായിരുന്നു. ഇവരുടെ ഫസ്റ്റ് ഷോറൂമാണ് എറണാകുളത്ത്. അങ്ങനെ എന്നിട്ട് പോലും ഇവരുടെ ഡൗൺഫാൾ സംഭവിച്ചത് ഇതുപോലുള്ള ഡിസഗ്രിമെൻറ്റ്സ് കാരണമായിരുന്നു. അതിലെ ജോസഫ് മെർസിലീസ് കടമ്പുകാട്ടിൽ എന്ന ഒരാൾ തീരുമാനിക്കുന്നു ഈ കമ്പനി വിട്ട് വേറെ പുതിയൊരു കമ്പനി സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാവുന്ന, സെയിം ഐസ്ക്രീം കാര്യങ്ങളും പക്ഷേ എന്നാൽ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട്. അങ്ങനെ ഇവരിൽ നിന്ന് പിരിഞ്ഞ് ജോസഫ് മെർസിലീസ് കടമ്പുകാട്ടിലിൻ്റെ കൂടെ ഈ കസിൻസിൽ കുറച്ച് പേരും കൂടെ വന്നായിരുന്നു ഈ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി ബിസിനസ്സിലേക്ക്. എന്നിട്ട് അവർ ഈ കമ്പനിക്ക്, അതായത് നമ്മുടെ മെറി ബോയുടെ ഡൗൺഫാൾ അല്ലെങ്കിൽ ഒഫീഷ്യലി ക്ലോസ് ചെയ്ത ഇയർ ഫെബ്രുവരി 2022 തന്നെ ഇവർ ഒരു കമ്പനി സ്ഥാപിക്കുന്നു. അവിടെ സ്ഥാപിച്ചിട്ട് അതിനിവർ മെർസിലീസ്, അതായത് ജോസഫ് മെർസിലീസ് കടമ്പുകാട്ടിലിൻ്റെ മിഡിൽ നെയിമായ മെർസിലീസ് എന്ന ഒരു ഐസ്ക്രീം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവർ തുടങ്ങിയപ്പോൾ തന്നെ മെറി ബോയ് ഇടം നേടിയതുപോലെ തന്നെ
ചുരുക്കം ചില സമയം കൊണ്ട് തന്നെ ഇടം നേടി. കാരണം ഇവർ ഐസ്ക്രീംസിൽ ഉൾപ്പെടുത്തിയ നേരത്തെ പോലെ പ്യുവറായിട്ടുള്ള ഫ്രൂട്ട്സും മിൽക്കും തന്നെ. പക്ഷേ ഇവർ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇവരുടെ ഐസ്ക്രീംസിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രത്യേകതയുണ്ട്. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും. പ്രീബയോട്ടിക് ഫൈബറും പ്രോബയോട്ടിക് കൾച്ചറുമാണ് ഇവരുടെ ഐസ്ക്രീമിൽ ഉൾപ്പെടുത്തിയത്. കാരണം പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും എന്തുകൊണ്ട് നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. സോ അത് പെട്ടെന്ന് തന്നെ ഈ മെറിബോയെ തന്നെ ഇടം പിടിച്ചു തുടങ്ങി. അതായത് ഇവർ മെറിബോയെ പോലെ തന്നെ മെഴ്സിലീസിനും ഒരു ബ്രാൻഡ് അംബാസിഡറിനെ കൊണ്ടുവന്നു. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പരസ്യത്തിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സിനിമാസിലൊക്കെയുള്ള ദുൽഖർ സൽമാനെയാണ് ഇവർ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ബാക്കിയുള്ള കസിൻസ് വേറൊരു കമ്പനി തുടങ്ങാൻ പ്ലാൻ ഇടുന്നത്. അങ്ങനെ അവർ മാർച്ചിൽ, അതായത് ഈ ഡൗൺഫാൾ നടന്നതും ഇവരുടെ കസിൻസിലെ വേറെ മെഴ്സിലീസ് എന്ന ബ്രാൻഡ് ഉണ്ടാക്കിയതിൻ്റെ അതേ സെയിം വർഷത്തിൻ്റെ പിറ്റേ മാസം ഇവർ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ അതാണ് ക്യാമറി എന്ന് കേട്ട് വരുന്നത്. പക്ഷേ ഇതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഇവർ ആദ്യമേ ഇതിനിട്ട പേരാണ് മെറി ക്രീം. എന്നാൽ എങ്ങനെ ഇത് ക്യാമറി ആയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് ഈ മെറി ക്രീം എന്നുള്ള ഈ ഒരു പേരാണെങ്കിൽ മെറിബോയ് ആയിട്ട് സാമ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പേരിൽ കുറേ കേസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഇവർ ക്യാമറി എന്ന പേര് കണ്ടുപിടിക്കുന്നത്. മെഴ്സിലീസ് വിൻ ചെയ്യാൻ കാരണം അവരുടെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും എന്നുള്ള ഒരു ഫാക്ടർ കാരണമാണ്. അഥവാ പ്രീബയോട്ടിക് ഫൈബറും പ്രോബയോട്ടിക് കൾച്ചറും കാരണമാണ്. എന്നാൽ ക്യാമറിക്ക് എന്തുകൊണ്ടാണ് അവർ വിൻ ചെയ്യാൻ കാരണം? ക്യാമറി എല്ലാവരെയും കാട്ടിലും വ്യത്യസ്തമായിട്ടല്ല, ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ എല്ലാവരും പിരിഞ്ഞുണ്ടാക്കിയ 3 കമ്പനിയിൽ 2 കമ്പനി മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. കാരണം മെറിബോയ് നേരത്തെ പൂട്ടിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഴ്സിലീസിൻ്റെ രഹസ്യം ഇതാണെങ്കിൽ മെറിബോയുടെ രഹസ്യം പ്യുവർ ഫ്രൂട്ട്സും പ്യുവർ മിൽക്കുമായിരുന്നു. അത് രണ്ടും നോക്കാം. പക്ഷേ ക്യാമറയുടെ രഹസ്യമാണ് ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ളത്. ഇനി ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് നോക്കാം. കോമൺ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫഹദ് ഫാസിലും നസ്രിയയുമാണ്. അങ്ങനെ ഈ 3 കമ്പനീസിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നുമില്ലെന്നാണ് അർത്ഥം. അങ്ങനെ എംറ്റി ആയിട്ടുള്ളൊരു ഗ്യാപ്പിൽ, അഥവാ കേരളത്തിൽ ഐസ്ക്രീം ബ്രാൻഡ്സ് കുറവായിരുന്ന സമയത്ത് ഇവർ കൊണ്ടുവന്ന ഈ ഒരു കമ്പനി ഏറ്റവും വലിയ വിജയമായി തീർന്നു. എന്നാൽ ഇനിയും തീർന്നിട്ടില്ല കഥകൾ, ഇനിയുമുണ്ട്. കേൾക്കാം നമുക്കത്. അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ ഷോപ്പിലോ ബേക്കറിയിലോ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്കപ്പോഴും അതുമല്ല ഐസ്ക്രീമിൻ്റെ വല്ലതും ബോർഡർ ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എവിടെ ചെന്നാലും ഇത് മാത്രമേ ഉള്ളൂ എന്ന്? എന്നാൽ ചിന്തിക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സംഭവം പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനീസിന് നല്ല രീതിക്ക് അറിയാം എല്ലാവരും സൂപ്പർ മാർക്കറ്റിലും വലിയ വലിയ കടകളിലും പോയി സാധനങ്ങൾ വാങ്ങിക്കത്തില്ല. ഇവർ മെയിൻലി പുറത്തൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും ഈ പുറത്ത് ചെറിയ ചെറിയ കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ബ്രാൻഡിൻ്റെ അവയർനെസ്സിന്, ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും എല്ലാവരുടെ അടുത്തും ഇവരുടെ ബ്രാൻഡിൻ്റെ പ്രൊമോഷൻസും ബ്രാൻഡിൻ്റെ കാര്യങ്ങളെപ്പറ്റി എത്തിക്കാനും വേണ്ടിയിട്ട് ഇവർ ഈ ബോർഡ്സ് കച്ചവടക്കാർക്ക് ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് നിങ്ങൾ എവിടെ പോയാലും ലാസ, അമൂൽ, ക്യാമറി, മെഴ്സിലീസ്, മെറിബോയുടെ എല്ലാം ബോർഡ് കാണുന്നത്. എന്നാൽ ഉള്ള കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മെഴ്സിലീസിൻ്റെ അല്ലെങ്കിൽ ക്യാമറയുടെ ആയിരിക്കും. കാരണം ആ 2 ബ്രാൻഡ്സാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. എക്സാമ്പിൾ മെറിബോയ് ഉള്ള സമയത്ത് അതിൻ്റെ ടെൻഡർ കോക്കനട്ട് എഡിഷൻ എനിക്ക് പോലും ഇഷ്ടമായ ഒരു എഡിഷൻ ആയിരുന്നു അത്. എന്നാൽ മെറിബോയ് ഒഫീഷ്യലി ഫെബ്രുവരി 2022 പൂട്ടിയതിന് ശേഷം എനിക്കത് നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്തുവാണേലും മലയാളികൾക്ക് ആ ടെൻഡർ കോക്കനട്ട് എന്തുകൊണ്ടും ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇനി മെറിബോയ്ക്കൊരു തിരിച്ചുവരവുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ആ 5 കസിൻസ് തുടങ്ങി വെച്ച ആ സംരംഭം അതെന്നും നമ്മൾ ഓർക്കും.
അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇടം നേടിയത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിരിക്കുന്നത് അവരുടെ പ്രൊഡക്റ്റ് എന്ന് നോക്കുവാണെങ്കിൽ അത് മെഴ്സലീസ് തന്നെയാണ്. 2026 കണക്കെടുത്ത് നോക്കുവാണെങ്കിലും അത് അതുപോലെ തന്നെയാണ്. അത് ഇനിയിപ്പം നമ്മൾ 2024 മെഴ്സലീസ് തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദെയർ പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ഫാക്ടർ. സോ ഗൈസ്, ഇനി ഇതുപോലുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് ഇനി ഇതുപോലത്തുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ കഥ മാത്രം ഈ വീഡിയോ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് അല്ലാതെ ഇത് ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് എ ഫേക്ക് സ്റ്റോറി, ദിസ് ഈസ് റിയൽ സ്റ്റോറി. സോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് മെറി ബോയ്, ക്യാമറി, മെഴ്സലീസ് ഈ ഐസ്ക്രീംസ് ഇഷ്ടം താഴെ കമൻറ്റ് ചെയ്യൂ.